തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സമാധി വിവാദത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ പോലീസ് എത്തി, മറ്റു ഉദ്യോഗസ്ഥരൊക്കെ എത്തി സമാധി സ്ഥലം പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കാനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ കുടുംബാംഗങ്ങളുടെ ഭാഗത്തുനിന്ന് 2 ആൺമക്കളും ഭാര്യയും ഒക്കെ ചേർന്ന് പ്രതിഷേധിച്ചു. അവർ ഈ സമാധി സ്ഥലത്തിന് മുന്നിലിരുന്ന് വലിയ തോതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി. പോലീസ് പക്ഷേ ബലപ്രയോഗത്തിലൂടെയും ഒക്കെ പോലീസ് അവരെ മാറ്റുകയായിരുന്നു. ഇപ്പോൾ മൃതദേഹം പുറത്തെടുക്കുന്ന നടപടികൾ മുന്നോട്ട് പോവുകയാണ്. VSDPയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും ഒക്കെ ആളുകൾ പ്രതിഷേധമായി രംഗത്ത് വന്നിരുന്നു. ജിബിൻ VSDPയുടെ നേതാവ് അല്ലേ, അദ്ദേഹമൊക്കെ ചന്ദ്രശേഖരൊക്കെ അവിടെ ഉണ്ട്. അവരെന്താണ് അസിസ്റ്റന്റ് കളക്ടറുമായി സംസാരിക്കുന്നത്? ഈ നടപടികൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നില്ലേ? ദിനീഷ്, ഇപ്പോൾ ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് VSD ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടെങ്കിൽ പോലും പോലീസ് കൃത്യമായ നടപടിക്രമങ്ങളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് DSPയുടെ നേതൃത്വത്തിൽ ഇവരുമായിട്ട് സബ് കളക്ടറിന്റെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ഇവരുമായിട്ട് ഒരു അന്യ ചർച്ചയൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതേസമയം തന്നെ ഈ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ സംഘടനയുടെ പരിശോധന ഇപ്പോൾ കൃത്യമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംഘടനയുടെ ഭാഗത്തു നിന്ന് പോലീസിന് നേരെ പോലും ഭീഷണി വരുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ പോലീസ് ഇത്തരക്കാരി, അതായത് ഈ പ്രതിഷേധത്തിനായി എത്തിയവരെയൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും കളക്ടറുടെ ഉത്തരവ് പൂർത്തിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് കൃത്യനിർവഹണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ആവശ്യം അതാണ്. കാരണം ഈ ഇവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ ഒക്കെ തന്നെ ആ ഒരു സംശയങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ മൃതദേഹം പുറത്തെടുത്ത് പരിശോധിച്ചാൽ ഈ പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് പോലീസിന്റെ നീക്കവും അതിനുവേണ്ടിയിട്ടാണ് നടക്കുന്നത്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ VSDPയുടെ നേതൃത്വത്തിൽ ഉള്ളവർ ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ വലിയ രീതിയിൽ വീണ്ടും ഒരു പ്രതിഷേധം ഉയർത്തുകയാണ്. ഈ നടപടികൾ, അതായത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മൃതദേഹം പുറത്തെടുത്ത് പരിശോധിക്കുന്ന നടപടികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ തന്നെ നേരിട്ടെത്തിക്കൊണ്ട് ഇവരുമായി ഒരു ചർച്ച നടത്തുന്നത്. പക്ഷേ ഈ കളക്ടർ പറയുന്നതിനൊന്നും തന്നെ അവർ ആ നിലപാടുകളിലേക്കൊന്നും തന്നെ സഹകരിക്കാൻ ഈ സംഘം തയ്യാറാവുന്നില്ല. ഇവർ പറയുന്നത് ഇതിന്റെ ആവശ്യം എന്താണ്? കാരണം ഒരാൾ സമാധി ഇരിക്കുന്നു, അദ്ദേഹം സ്വന്തമായി ആഗ്രഹിച്ചുകൊണ്ട് സമാധി ഇരിക്കുന്നു, അത് തടസ്സപ്പെടുത്താൻ ആർക്കാണ് അവകാശം എന്ന് തുടങ്ങിക്കൊണ്ടാണ് അസിസ്റ്റന്റ് കളക്ടർ അല്ലേ കാര്യങ്ങൾ അവരോട് വിശദീകരിക്കുകയാണ്. കാര്യങ്ങൾ നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളോടും പറഞ്ഞിരുന്നു, നമുക്ക് ചുറ്റും മറച്ച ശേഷം മാത്രമേ നടപടികൾ നടത്താൻ കഴിയൂ, നിങ്ങളൊന്ന് സഹകരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അസിസ്റ്റന്റ് കളക്ടർ ഈ VSDP നേതാക്കളും മുഖ്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ മറുഭാഗത്ത് പൊളിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോവുകയാണല്ലേ, ആദ്യം അതിൻ്റെ അളവെടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ദിനീഷ്, അത് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ പ്രതിഷേധക്കാരെ പുറത്താക്കിയതിനു ശേഷം ഇതിന്റെ 4 ചുറ്റും, അതായത് ഈ ഗോപൻ സ്വാമി സമാധി ഇരിക്കുന്ന സ്ഥലത്തിന് 4 ചുറ്റും പോലീസ് തുണിയും ടാർപോളിനും ഉൾപ്പെടെയുള്ള ഉപയോഗിച്ചുകൊണ്ട് മറച്ചിരുന്നു. ഇതിനകത്തേക്ക് മാധ്യമപ്രവർത്തകരും മറ്റാരും തന്നെ കടക്കരുതെന്നുള്ള കർശനമായ ഒരു നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന് വെളിയിൽ പുറത്തു നിന്നുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ വീണ്ടും ഈ നടപടികൾ ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും പ്രതിഷേധക്കാർ ഇതിന്റെ അകത്തേക്ക് കയറിക്കൊണ്ടാണ് ഈ നടപടികളൊക്കെ തന്നെ ഇപ്പോൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഇത്തരത്തിലെ ഒരു പ്രകോപനവുമായി എത്തിയിരിക്കുന്നത്. നേരിട്ട് അതായത് ജില്ലാ കളക്ടർ തന്നെ നേരിട്ട് ഇവരുമായി ചർച്ച നടത്തിയിട്ട് പോലും ഇവർ അന്വയിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല. ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഇതൊരു കാരണവശാലും പൊളിക്കാൻ പാടില്ല. കാരണം ഒരാളുടെ ആഗ്രഹത്തോടൊപ്പം കുടുംബം നിൽക്കുന്നു. പിന്നെ എന്തിനാണ്, ആർക്കാണ് പ്രശ്നം, ആർക്കാണ് പരാതി എന്നാണ് ഈ ഒരു ഭാഗം ചോദിക്കുന്നത്. പക്ഷേ മറുഭാഗം ചോദിക്കുന്നത് ഒരു മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മറ്റ് നാട്ടുകാർക്ക് ബന്ധുക്കൾക്കൊക്കെ തന്നെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു മൃതദേഹം പുറത്തെടുത്ത പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് മറ്റ് അതായത് ഈ നാട്ടുകാരുടെ തന്നെ ഒരു വിഭാഗം ആൾക്കാരുടെ ആവശ്യം. അവരെ ഇപ്പോൾ എന്തായാലും പോലീസ് ഇവിടെ മറ്റ് സംഘർഷമൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആ ഒരു സംഘത്തെ പോലീസ് പൂർണ്ണമായി ഇവിടെ നിന്ന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെയാണ്, ഈ കുടുംബത്തെ അനുകൂലിക്കുന്ന ചിലരാണ് ഇപ്പോഴും അകത്തു നിന്നുകൊണ്ട് പോലീസ് ആദ്യഘട്ടത്തിൽ ബലം പ്രയോഗിച്ച് എല്ലാവരെയും പുറത്തേക്ക് മാറ്റിയിരുന്നുവെങ്കിൽ പോലും ഇവർ ഈ പോലീസ് കവർ ചെയ്തിരിക്കുന്ന സ്ഥലത്തിനകത്തേക്ക് തന്നെയാണ് ഈ ഒരു സംഘം വീണ്ടും എത്തിക്കൊണ്ട് ഈ ജില്ലാ കളക്ടറോട് തന്നെ തട്ടിക്കയറുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം കൂടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇവരെയൊക്കെ തന്നെ പുറത്തേക്ക് മാറ്റിക്കൊണ്ട് വീണ്ടും ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിലേക്ക് തന്നെ കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്.